മെഗർ ടു ഗുത്തേമ്മ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ഇച്ചിരി ഫാഷനാണ്, കാരണം പുള്ളിക്കാരി നമ്മുടെ നാട്ടുകാരിയല്ല, എത്യോപ്യക്കാരിയാണ്. ഞാനിവരെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ അടുത്തൊരു പല്ല് പറിക്കാൻ വന്നപ്പോഴാണ്. ഇവരിവിടെ ഒരു വീട്ടിൽ വയസ്സായ ഒരു സ്ത്രീയെ പരിപാലിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നത് പല്ല് പറിക്കാനാണെന്ന് പറഞ്ഞല്ലോ. ഈ പല്ല് മേലത്തെ വരിയിൽ മുന്നത്തെ പല്ല് തന്നെയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പല്ല് നല്ലോണം കേടുവന്ന് പഴുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പറിക്കില്ലാതെ വേറെ ഒരു സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പല്ല് പറിച്ചു കൊടുത്തു. അങ്ങനെ പല്ല് പറിച്ച് ഹാപ്പിയായി പുള്ളിക്കാരി പോയി. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി വരുന്നു, അത് ഒറ്റയ്ക്ക് വന്നിട്ട് പുള്ളിക്കാരി വരുന്നു, അനെ ഇരീതിറക്കം ജദീദ് അസ്നാൻ എന്ന് വെച്ചാൽ എനിക്ക് പുതിയ പല്ല് വെക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ പല്ല് വെക്കാം. അപ്പോൾ ഏത് പല്ലാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് പല്ലാണുള്ളത്, എത്ര തവണ വരേണ്ടി എന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല. അത് എൻ്റെ അറബി ശരിയല്ലാഞ്ഞിട്ടാണോ അതോ ഇനി പുള്ളിക്കാരിൻ്റെ അറബി ഹൈഫൈ ആയിട്ടാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ വേറെ പേഷ്യൻറ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരിൻ്റെ ആ സമയത്തുണ്ട് അവരുടെ എംപ്ലോയറേയും കൊണ്ട് വരുന്നു. അപ്പോൾ എംപ്ലോയർ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവർ പറയുന്ന അറബിക്ക് അവരുടെ എംപ്ലോയർക്കും മനസ്സിലാവാറില്ല. സംഭവത്തിൽ അവരുടെ ഭാഷ അറബിക്കല്ല, അവരുടെ ഭാഷേൻ്റെ പേരാണ് അംഹരി എന്നാണ് അവരുടെ ഭാഷയുടെ പേര്. അപ്പോൾ അവർ ഈ പറയുന്ന അറബിക്ക് അവർ ഇവിടെ വന്ന് പഠിക്കുന്ന അറബിക്കാണ്. അങ്ങനെ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എങ്ങനെയൊക്കെയാണ് നമ്മളെ പല്ല് വെക്കാൻ ഇത്ര പൈസയാവും, ഇത്ര തവണ വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി. ഈ ഓക്കേൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി വരുന്നു, എനിക്ക് ഉറപ്പിച്ച് വെക്കുന്ന പല്ല് വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ബാക്കിൽ വേണ്ട, മുന്നത്തെ പല്ല് മാത്രം വെച്ചാൽ മതി. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ മുന്നത്തെ പല്ല്, ബാക്കിലെ പല്ലല്ലേ വെക്കേണ്ടത്, നമുക്ക് കഴിക്കാനല്ലേ മെയിനായിട്ട് പല്ല് വേണ്ടേ. അപ്പോഴാണ് അവർ പറയുന്നത് എനിക്ക് കഴിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് എനിക്കൊന്ന് ചിരിക്കണം ഡോക്ടറെ, എനിക്ക് ചിരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് മുന്നത്തെ പല്ലൊന്ന് വെച്ച് തരണം എന്ന് പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ വാ പൊത്തിക്കൊണ്ടാണ് ചിരിക്കാറട്ടാ. അങ്ങനെ ഓക്കെ, നമ്മൾ പല്ലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൽ മുകളിലെ വരിയിൽ ഒരു പല്ലും കൂടി ഇങ്ങനെ ഭയങ്കര പഴുപ്പൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് വേദന ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കേസിൽ നമുക്ക് വേദന ഉണ്ടെങ്കിലും മുന്നത്തെ വരിയിൽ പല്ല് വെക്കേണ്ട സ്ഥലത്താണ് ആ പഴുപ്പുള്ള പല്ലുള്ളത്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടേ നമുക്ക് പല്ല് വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞാൽ ആദ്യം പല്ല് പറിക്കണം, എന്നിട്ട് നമുക്ക് പല്ല് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവർ പല്ല് പറിക്കാൻ റെഡിയായി. അങ്ങനെ പല്ല് പറിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ വീണ്ടും വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പല്ല് ചെറുതാക്കി ഷേപ്പാക്കിയിട്ട് പല്ലിൻ്റെ അളവൊക്കെ എടുത്ത് ലാബിലേക്ക് അയച്ച് ആദ്യം നമ്മൾ ടെമ്പററി ആയിട്ടൊരു പല്ല് വെച്ച് കൊടുത്തു. ഈ ടെമ്പററി ആയിട്ട് വെച്ച് കൊടുത്തപ്പോഴാണ് ഞാൻ കാര്യം ശ്രദ്ധിക്കണം, പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി. അപ്പം നമ്മൾ ടെമ്പററി വെച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഈ ടെമ്പററി വെച്ച് ഹാപ്പിയായി അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരിക്ക് എത്രമാത്രം ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ടെമ്പററി ആണ്, പെർമനൻ്റ് ആയിട്ടുള്ള അല്ല. അവർ പറഞ്ഞു ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ പെർമനൻ്റ് ആയിട്ടുള്ള പല്ല് വെച്ച് കൊടുത്തു. എന്നിട്ടും പുള്ളിക്കാരി അപ്പോഴും അങ്ങനെ പൊത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അവർക്കത് ഇങ്ങനെ ഡൈജസ്റ്റ് ആയിട്ടില്ല, പുതിയ പല്ല് വെച്ചിക്കണമെന്നുള്ളത് തന്നെ അവർക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് അവരുടെ എംപ്ലോയർ പറയുന്നത് അവർ ഈ ചെയ്ത ട്രീറ്റ്മെൻറ്റിന് അവരുടെ 1 മാസത്തെ സാലറിയേക്കാളും കൂടുതലുണ്ട്. അതായത് അവർ ഈ ചെയ്ത ട്രീറ്റ്മെൻറ്റിന് അവരുടെ 1 മാസത്തെ സാലറിയേക്കാളും കൂടുതൽ വരും അതിൻ്റെ ചിലവ്. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരിക്ക് ആ പല്ല് വെക്കണം എന്നുണ്ടായിരുന്നു. അതായത് അത്രയും അവർക്ക് ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെയും മനസ്സിലായി. അങ്ങനെ പുള്ളിക്കാരീൻ്റെ പല്ല് വെച്ച് കൊടുത്തു. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായി. പുള്ളിക്കാരി ബൈ പറഞ്ഞു പോയി. അതാണ് മെഗർ 2ൻ്റെ സ്റ്റോറി.